എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ദിവസം തുടങ്ങുന്നത് അർച്ചനയോ ജപമോ കൊണ്ടാകുന്നത് അനുകൂല ഫലങ്ങൾ നൽകും. ഇന്ന് എല്ലാവരും ഓം നമോ നാരായണായ എന്ന് കമന്റ് ചെയ്യുക. ജൂൺ 26, 2025 മിഥുനം 12 നിങ്ങൾക്ക് എങ്ങനെയായിരിക്കുമെന്ന് നോക്കാം. ദിവസേന പുതിയ ജ്യോതിഷ ഫലങ്ങൾ ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ, വീഡിയോ ലൈക്ക് ചെയ്യൂ, നിങ്ങളുടെ രാശിയും അഭിപ്രായങ്ങളും താഴെ കമന്റ് ചെയ്യൂ. അശ്വതി, ഭരണി, കാർത്തിക ആദ്യ ഭാഗം വരെ ജനിച്ച മേടക്കൂറുകാർക്ക് ഉന്നത വ്യക്തികളുമായി സൗഹൃദം സ്ഥാപിക്കാൻ അവസരം ലഭിക്കും. സ്വന്തം ആവശ്യങ്ങൾക്ക് വേണ്ടിയോ മറ്റുള്ളവർക്ക് വേണ്ടിയോ ആശുപത്രിയുമായി ബന്ധപ്പെടേണ്ടി വന്നേക്കാം. അപകട സാധ്യതയുള്ളതിനാൽ അസമയത്തുള്ള യാത്ര ഒഴിവാക്കുന്നത് നന്നായിരിക്കും. കാർത്തിക അവസാന മുക്കാൽ ഭാഗം, രോഹിണി, മകയിരം ആദ്യ പകുതി ഭാഗം വരെ ജനിച്ച ഇടവക്കൂറുകാർക്ക് വിവാഹ കാര്യങ്ങളിൽ അനുകൂലമായ തീരുമാനങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതകളുണ്ട്. മേലധികാരികളിൽ നിന്നും സൗഹാർദ്ദപരമായ സമീപനം പ്രതീക്ഷിക്കാവുന്നതാണ്. പ്രവർത്തനങ്ങളിൽ ജാഗ്രത പാലിക്കുക. കർമ്മരംഗത്ത് ഉണർവും ഉന്മേഷവും അനുഭവപ്പെടും. ഭൂമി സംബന്ധമായ ക്രയവിക്രയങ്ങളിലൂടെ സാമ്പത്തിക നേട്ടം ഉണ്ടാകാനുള്ള സാധ്യതകളും കാണുന്നുണ്ട്. മകയിരം രണ്ടാം പകുതി ഭാഗം, തിരുവാതിര, പുണർദം ആദ്യ മുക്കാൽ ഭാഗം വരെ ജനിച്ച മിഥുനക്കൂറുകാർക്ക് അസാധാരണ വാക് സാമർഥ്യം പ്രകടമാക്കും. ഭൂമി സംബന്ധമായി അഭിപ്രായ വ്യത്യാസത്തിനും ശത്രുതയ്ക്കും സാധ്യതകൾ കാണുന്നുണ്ട്. മനസ്സിന് സന്തോഷവും സമാധാനവും ലഭിക്കാനും ദൃശ്യമാധ്യമ പ്രവർത്തന രംഗത്തുള്ളവർക്ക് അംഗീകാരങ്ങൾ ലഭിക്കാനും സാധ്യതകൾ കാണുന്നുണ്ട്. പുണർത്തം അവസാന കാൽഭാഗം, പൂയം, ആയില്യം വരെ ജനിച്ച കർക്കിടക കൂറുകാർക്ക് പൊതുവെ എല്ലാ കാര്യങ്ങളിലും അലസത പ്രകടമാക്കാനുള്ള സാധ്യതകളുണ്ട്. അശ്രദ്ധ മുഖേന ബിസിനസ്സിൽ ധനനഷ്ടം സംഭവിക്കാനും ദമ്പതികൾ തമ്മിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാനും സാധ്യതകൾ കാണുന്നുണ്ട്. നിലവിലുള്ള കടബാധ്യതകൾ വർദ്ധിക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. മുൻകോപം കാരണം സുഹൃത്തുക്കളുമായി അഭിപ്രായ വ്യത്യാസങ്ങൾക്കുള്ള സാധ്യതകളുണ്ട്. കലാരംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് ധാരാളം അവസരങ്ങൾ ലഭിക്കാനുള്ള സാധ്യതകളും കാണുന്നുണ്ട്. മകം, പൂരം, ഉത്രം ആദ്യ കാൽഭാഗം വരെ ജനിച്ച ചിങ്ങക്കൂറുകാർക്ക് പുതിയ ബിസിനസ് തുടങ്ങാൻ ശ്രമിക്കുന്നവർക്ക് അനുകൂലമായ സമയമാണിത്. കലാരംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് പുതിയ അവസരങ്ങൾ ലഭിക്കാനുള്ള സാധ്യതകളുണ്ട്. മാനസിക സംഘർഷം വർദ്ധിക്കാനും ശത്രുക്കളിൽ നിന്നും നിരന്തരമായ പീഡനങ്ങൾ ഉണ്ടാകാനും സാധ്യതകൾ കാണുന്നുണ്ട്. മുൻകോപം നിയന്ത്രിക്കണം. ദാമ്പത്യ ജീവിതം സന്തോഷപ്രദമായിരിക്കും ഈ കൂറുകാർക്ക്. ഉത്രം അവസാന മുക്കാൽ ഭാഗം, അത്തം, ചിത്തിര ആദ്യ പകുതി ഭാഗം വരെ ജനിച്ച കന്നിക്കൂറുകാർക്ക് മനക്ലേശത്തിന് സാധ്യതകൾ കാണുന്നുണ്ട്. കർമ്മരംഗത്ത് ശത്രുക്കളുടെ ശല്യം ഉണ്ടാകുമെങ്കിലും അതെല്ലാം അതിജീവിച്ച് പുരോഗതി പ്രാപിക്കും. നിദ്രാഭംഗം അനുഭവപ്പെടാനുള്ള സാധ്യതകളുണ്ട്. ദമ്പതികൾ തമ്മിൽ കലഹിക്കാൻ ഇടവരും. മംഗളകാര്യങ്ങളിൽ പങ്കെടുക്കും. സ്വന്തം കാര്യങ്ങൾ ബുദ്ധിപൂർവ്വം കൈകാര്യം ചെയ്യും. ചിത്തിര രണ്ടാം പകുതി ഭാഗം, ചോതി, വിശാഖം ആദ്യ മുക്കാൽ ഭാഗം വരെ ജനിച്ച തുലാക്കൂറുകാർക്ക് സാമ്പത്തിക ഇടപാടുകളിൽ വളരെയധികം സൂക്ഷിക്കണം. ബന്ധുക്കൾ ശത്രുതാ മനോഭാവത്തോടെ പെരുമാറും. മാനസിക സംഘർഷങ്ങൾ വർദ്ധിക്കാനുള്ള സാധ്യതകളുണ്ട്. പിതാവുമായോ പിതൃസ്ഥാനീയരുമായോ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാനും സാധ്യതകൾ കാണുന്നുണ്ട്. അവിവാഹിതരുടെ വിവാഹ കാര്യത്തിന് അനുകൂല തീരുമാനങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യതകളും കാണുന്നുണ്ട്. വിശാഖം അവസാന കാൽഭാഗം, അനിഴം, തൃക്കേട്ട വരെ ജനിച്ച വൃശ്ചിക കൂറുകാർക്ക് ഈ കൂറുകാരിൽപ്പെട്ട വിദ്യാർത്ഥികൾ ഉത്സാഹിച്ചു പഠിക്കാൻ ശ്രമിക്കേണ്ടതാണ്. പിതാവുമായോ പിതൃസ്ഥാനീയരുമായോ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതകളുണ്ട്. സന്താനങ്ങൾ മുഖേന മനസമാധാനക്കുറവ് അനുഭവപ്പെടാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട്. കേസുകളിൽ വിജയം സംഭവിക്കാനുള്ള സാധ്യതകളുണ്ട്. സാഹസിക പ്രവൃത്തികളിൽ ഏർപ്പെടാതിരിക്കുന്നതാണ് നല്ലത്. മൂലം, പൂരാടം, ഉത്രാടം ആദ്യ കാൽഭാഗം വരെ ജനിച്ച ധനുക്കൂറുകാർക്ക് ദാമ്പത്യ ജീവിതം സന്തോഷപ്രദമായിരിക്കും. പിതാവിനോ പിതൃസ്ഥാനീയർക്കോ അരിഷ്ടതകൾ അനുഭവപ്പെടാനുള്ള സാധ്യതകളുണ്ട്. പൊതുവെ എല്ലാ കാര്യങ്ങളിലും ആത്മവിശ്വാസം വർദ്ധിക്കും. മത്സരവേദികളിൽ വിജയിക്കുവാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട്. കടബാധ്യത തീർക്കാൻ വേണ്ടി പൂർവിക സ്വത്ത്
വിൽക്കേണ്ടതായിട്ട് വന്നേക്കാം. ഉത്രാടം അവസാന മുക്കാൽ ഭാഗം, തിരുവോണം, അവിട്ടം ആദ്യ പകുതി ഭാഗം വരെ ജനിച്ച മകരക്കൂറുകാർക്ക് ബന്ധുജനങ്ങൾ വാക്കുകൾ കൊണ്ട് മനസ്സിനെ മുറിപ്പെടുത്താനുള്ള സാധ്യതകളുണ്ട്. യാത്രകൾ മുഖേന പ്രതീക്ഷിച്ചതിനേക്കാൾ ഗുണം ലഭിക്കും. ഗ്രഹം മോടി പിടിപ്പിക്കാനായി പണം ചിലവഴിക്കും. അനാവശ്യ ചിലവുകൾ വർദ്ധിക്കാതിരിക്കാൻ ശ്രദ്ധിക്കണം. ആരോഗ്യപരമായി ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടാനുള്ള സാധ്യതകൾ ഉണ്ട്. അവിട്ടം രണ്ടാം പകുതി ഭാഗം, ചതയം, പൂരുരുട്ടാതി ആദ്യ മുക്കാൽ ഭാഗം വരെ ജനിച്ച കുംഭക്കൂറുകാർക്ക് ചെയ്യാത്ത കുറ്റത്തിന് അപവാദം കേൾക്കേണ്ടതായിട്ട് വന്നേക്കാം. ആത്മധൈര്യം കൈവിടാതെ ശ്രദ്ധിക്കുക. മുൻകോപം നിയന്ത്രിക്കണം. ദാമ്പത്യ ജീവിതം സന്തോഷപ്രദമായിരിക്കും. സഹോദരങ്ങൾക്ക് ശാരീരിക അസുഖങ്ങൾ അനുഭവപ്പെടാൻ സാധ്യതകൾ കാണുന്നുണ്ട്. നയനരോഗത്തിനുള്ള സാധ്യതകളും കാണുന്നുണ്ട്. സന്താനങ്ങളിൽ നിന്നും ഗുണാനുഭവങ്ങൾ പ്രതീക്ഷിക്കാം. പൂരുരുട്ടാതി അവസാന കാൽഭാഗം, ഉത്രട്ടാതി, രേവതി വരെ ജനിച്ച മീനക്കൂറുകാർക്ക് ആരോഗ്യപരമായി ദോഷകാലമാണ്. ധാരാളം ചെറുയാത്രകൾ ആവശ്യമായി വന്നേക്കാം. ഗ്രഹത്തിൽ മംഗളകർമ്മങ്ങൾ നടക്കും. സന്താനങ്ങൾക്ക് വിദേശത്ത് തൊഴിൽ ലബ്ധി ഉണ്ടാകാനിടയുണ്ട്. സംഗീതം, നാടകം എന്നീ മേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്ക് ധാരാളം അവസരങ്ങൾ ലഭിക്കാനുള്ള സാധ്യതകളും കാണുന്നുണ്ട്. ഇന്നത്തെ നാമജപം ഓം നമോ നാരായണായ എന്നതാണ്. ഈ നാമജപം ഭക്തിയോടെ 108 പ്രാവശ്യം രാവിലെ സ്നാനശുദ്ധിയോടെ ദീപം തെളിയിച്ച് ശാന്തമായ മനസ്സോടെ ജപം നടത്തുക. ഇത് ഐശ്വര്യവും സമാധാനവും നൽകാൻ സഹായിക്കും.